സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാഫ് മെൻ ഹാഫ് മെഷീൻ, അതായത് അപ്പോൾ ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണ്. നമുക്ക് ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് നോക്കാം. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ വാഷിംഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിയോ മലയാളം ടെക്. നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഷിംഗ് മെഷീനെ കുറിച്ചാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വാഷിംഗ് മെഷീൻ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. വാഷിംഗ് മെഷീനുകൾ രണ്ട് തരത്തിലാണ് മാർക്കറ്റിൽ വരുന്നത്. അതിൽ ഒന്ന് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, സെക്കൻഡ് വൺ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഇനി നമുക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാഫ് മെൻ ഹാഫ് മെഷീൻ, അതായത് പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പകുതി കാര്യങ്ങൾ മെഷീൻ ചെയ്യണം. അതിൽ നമുക്കിപ്പോൾ വെള്ളം എത്രത്തോളം വേണം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് സ്പിന്നിങ്ങിന്റെ ടൈം, വാഷിങ്ങിന്റെ ടൈം എല്ലാം നമ്മൾക്ക് തന്നെ മാനുവലായിട്ട് ചെയ്യാം. പകുതിയാണ് മെഷീൻ ചെയ്യുള്ളൂ. മെയിനായിട്ട് രണ്ട് സെക്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഒന്ന് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ റിൻസ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ, പിന്നെ വരുന്നത് സ്പിന്നിങ്ങിനായിട്ട് അതായത് ഉണക്കാനുള്ള വേറൊരു സെക്ഷൻ. ഈ രണ്ട് സെക്ഷൻ ആണ് ഇതിൽ വരുന്നത്. രണ്ട് മോട്ടർ ഉണ്ടായിരിക്കും ഇതിൽ. വാഷിങ് അതുപോലെ തന്നെ സ്പിന്നിങ് നമുക്ക് ഒരേ ടൈമിൽ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് വാഷിങ്ങിന്റെ പ്രോഗ്രാംസ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ടൈം, അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവ്, ക്ലോത്തിന്റെ വെയിറ്റ്, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് വാഷിംഗ് മെഷീൻ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാനുവലായിട്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാവുന്ന ഒരു മോഡലാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. അപ്പോൾ എല്ലാ ഏരിയകളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം, അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിന് പ്രോബ്ലം അല്ലെങ്കിൽ വെള്ളത്തിന് ലഭ്യത കുറഞ്ഞുള്ള സ്ഥലങ്ങൾക്കൊക്കെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു മോഡൽ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡൽ സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വെള്ളം എത്ര കുറവാണെങ്കിലും നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഫുള്ളി ഓട്ടോമാറ്റിക്കിനെ അപേക്ഷിച്ച് ഫുള്ളി ഓട്ടോമാറ്റിക്കിന് നമുക്ക് ഒരു നിശ്ചിത അളവിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ മെഷീന്റെ ഫങ്ഷൻസ് സ്റ്റാർട്ട് ആവൂ. അത് നമ്മൾ മുൻകൂട്ടി അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്, വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു മെഷീൻ ആയിരിക്കും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഇതിന്റെ ബോഡി വന്നിട്ട് ഫൈബർ ബോഡിയാണ് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ വാഷ് ടബ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പൾസേറ്റർ കാണാൻ പറ്റും. ഇതാണ് പൾസേറ്റർ. ഇതാണ് വാഷിംഗ് മെഷീന്റെ ലിൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. വേസ്റ്റ് വരുന്ന കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാനായിട്ടുള്ള ലിൻഡ് ഫിൽറ്റർ ആണത്. നെക്സ്റ്റ് വരുന്നത് ഇപ്പുറത്തെ പോർഷൻ, ഇപ്പുറത്തെ ക്യാബിനാണ്. അതാണ് നമ്മുടെ സ്പിൻ ടബ് വരുന്നത്. ഈ സ്പിൻ ടബിൽ നമുക്ക് തുണിയിട്ടതിന് ശേഷം മുകളിൽ ഒരു ഗാർഡ് വെച്ചിട്ടാണ് നമ്മൾ സ്പിൻ ടൈം ഓൺ ആക്കുക. അങ്ങനെയാണ് നമുക്ക് സ്പിൻ ചെയ്ത് കിട്ടുന്നത്. അടുത്തത് വന്നിട്ട് നമ്മുടെ ഇതിന്റെ നോബുകളാണ് വരുന്നത്. അതായത് ഇത് വാഷ് ടൈമർ ആണ്, അതിന്റെ നോബാണ്. പിന്നെ വാഷ് സെലക്ടർ വരുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് സ്പിൻ ടൈമർ. ഇനി ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ പറയാനായിട്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വാഷ് ചെയ്തൊരു 15 മിനിറ്റ് നമ്മൾ വാഷ് ചെയ്യാൻ നിൽക്കുക. ഈ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണികളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ അഴുക്ക് കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഇടാം. അങ്ങനെ നമുക്ക് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മെഷീൻ കൺട്രോൾ ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡി, ഈ ബോഡി മുഴുവൻ ഇപ്പോൾ പ്ലാസ്റ്റിക് ഫൈബർ മോഡലാണ്. എല്ലാ വാഷിംഗ് മെഷീനും സെമി ഓട്ടോമാറ്റിക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ റസ്റ്റ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിങ്ങും കൂടുതലാണ്. അതും മെയിൻ ആയിട്ട് ഇതിൽ പറയേണ്ട ഒരു വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ മാർക്കറ്റിൽ 6 കിലോ മുതൽ 14 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന വാഷിംഗ് മെഷീനുകൾ അവൈലബിൾ ആണ് സെമി ഓട്ടോമാറ്റിക്. ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷം ഫുൾ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ മോട്ടോറിനാണെങ്കിൽ 5 വർഷം കൊടുക്കുന്ന കമ്പനികളുണ്ട്, 10 വർഷം കൊടുക്കുന്ന കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത സെഗ്മെന്റ് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഈ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ 2 ടൈപ്പിലുള്ള വാഷിംഗ് മെഷീൻസ് ഉണ്ട്. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എന്നുള്ള ആ ഒരു പേരിൽ തന്നെയുണ്ട്. മോളിൽ കൂടെ ലോഡ് ചെയ്യാം നമുക്ക്. ടോപ്പ് ലോഡിയാണ് ഇതിന്റെ തുണികൾ എല്ലാം നമ്മൾ ലോഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണ്. നമുക്ക് ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് നോക്കാം. ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ടോപ്പ് നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്പിന്ന്, അതുപോലെ വാഷിങ്, റിൻസ്, സ്പിന്ന് എല്ലാം തന്നെ ഈ ഒറ്റ ടബിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത് ഉപയോഗിക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. ഓപ്പൺ ചെയ്ത് നമ്മൾ തുണി ഇതിൽ ലോഡ് ചെയ്യുക, പൗഡർ ഇടുക, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ തുണിയുടെ വെയിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ സെൻസ് ചെയ്ത് അതിനാവശ്യമായ വെള്ളം, ടൈം എല്ലാം തന്നെ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു. അതിനുശേഷം പവർ ഓഫ് ആയി മെഷീൻ എടുക്കും. നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിന്റെ പോലെ നമുക്ക് മെഷീൻ്റെ ഒപ്പം നിന്ന് കാര്യങ്ങളൊന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഈ സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയ എല്ലാം മെഷീൻ തന്നെ സെൻസ് ചെയ്തിട്ട് എല്ലാം മെഷീൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയവും ലാഭിക്കാം.
അങ്ങനെ ഒരു ഗുണം കൂടി മെഷീൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഇതാണ് നമ്മുടെ ഡിറ്റർജന്റ് ഇടാനായിട്ടുള്ള ഡിറ്റർജന്റ് ബോക്സ് വരുന്നത്. താഴെ കാണുന്നതാണ് ആ 3 വീലുകൾക്കായിട്ട് കാണുന്നതാണ് പൾസേറ്റർ. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ ഡ്രം എല്ലാം സ്റ്റീലായിരിക്കും, സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. ഈ കാണുന്നതാണ് ഇതിന്റെ ബോർഡ് വരുന്നത്. ഇത് ഡിസ്പ്ലേ ആണ്. പവർ ബട്ടൺ ഉണ്ട്, സ്റ്റാർട്ട്, പിന്നെ ഓരോരോ ഫംഗ്ഷൻസും എല്ലാ ഫംഗ്ഷൻസും ടൈമർ കാര്യങ്ങളെല്ലാം ഇതിലാണ് സെറ്റ് ചെയ്യാൻ നമ്മൾ കേട്ടോ. മെയിൻ ആയിട്ട് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ വാഷിംഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബോർഡ് വഴിയാണ്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വർക്കിംഗ് വരുന്നത് പൾസേറ്റർ ടെക്നോളജിയാണ്. ഇത് ഈ പൾസേറ്റർ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലുള്ള റൊട്ടേഷൻ കൊണ്ടാണ് ഇതിന്റെ ഉള്ളിലുള്ള വാട്ടറിന് വരുന്ന ഒരു ഒലച്ചിൽ കൊണ്ടാണ് ഇതിന്റെ വാഷിംഗ് പെർഫോമൻസ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഇത് 6 കിലോ തൊട്ടിട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വാഷിംഗ് മെഷീൻസിൽ വരുന്നത്. പിന്നെ വാറണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് 2 years ഫുൾ വാറണ്ടി ഉണ്ടായിരിക്കും വാഷിംഗ് മെഷീന്. അതുപോലെ തന്നെ ഇതിന്റെ മോട്ടോർ വാറണ്ടി 10 വർഷമാണ് എല്ലാ കമ്പനികളും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാഷിംഗ് ക്വാളിറ്റി തന്നെയാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിലൂടെയാണ് നമ്മൾ തുണി ഇടുന്നത്. തുണി ഇട്ടതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡ്രം റൊട്ടേറ്റ് ചെയ്യും. ഈ തുണികളെല്ലാം മുകളിലേക്ക് വന്നിട്ട് പിന്നെ നേരെ താഴത്തേക്ക് പതിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ കല്ലിലൊക്കെ കുത്തി തിരുമ്പുന്ന അതേ ഒരു ഫീലിംഗ് ആണ്, അതേ ഒരു വാഷിംഗ് ക്വാളിറ്റി ആണ് ഈ വാഷിംഗ് മെഷീന് കിട്ടുക. പിന്നെ വരുന്നതാണ് ഇതിന് എല്ലാ വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒരു ഇൻബിൽട്ട് ഹീറ്റർ ഉണ്ടായിരിക്കും. ആ ഇൻബിൽട്ട് ഹീറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാഷ് ചെയ്യുന്ന ഒരുവിധ എല്ലാ സർക്കിളിലും എല്ലാ പ്രോഗ്രാംസിലും ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഒരു ചൂടുണ്ടായിരിക്കും. അത് നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ വാഷിംഗ് ക്വാളിറ്റി നമുക്ക് ഈ കോളറിലുള്ള അഴുക്ക്, അതുപോലെ തന്നെ ഷർട്ടിന്റെ കഫിലുള്ള അഴുക്ക്, അങ്ങനെയുള്ള ഒരുവിധ എല്ലാ അഴുക്കുകളും നമുക്ക് ഇതിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ വേറെ അഡീഷണൽ ആയിട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് 1/3 ഭാഗം വെള്ളം മാത്രം നമുക്ക് ഇതിൽ വാഷ് ചെയ്തെടുക്കാനായിട്ട് മതി. പിന്നെ സ്പിൻ സ്പീഡ് RPM സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഉണക്കൽ നമുക്ക് ഉണങ്ങി കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. വെള്ളത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വെള്ളത്തിന്റെ ലഭ്യത കുറവായിരിക്കും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ അപേക്ഷിച്ച് 1/3 ഭാഗം വെള്ളം മാത്രം മതി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്ത് കിട്ടാനായിട്ട്. ഇതിന്റെ ഡോർ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ടിൽ കൂടെ. ഇതാണ് അതിന്റെ ഡ്രം വരുന്നത്, സ്റ്റീൽ ഡ്രം ആണ്. ഇതിന്റെ വാഷിംഗ് കണ്ടില്ലേ, ടംബിൾ വാഷ് പോലെയാണ് ഇതിന്റെ വാഷിംഗ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിന്റെ ഡിറ്റർജന്റ് ഇടാനുള്ള ബോക്സ് ആണ്. ഇതാണ് നമ്മുടെ പ്രീ വാഷ്. സെക്കൻഡ് വൺ നമ്മുടെ ലിക്വിഡ് യൂസ് ചെയ്യാനുള്ളത്. ലാസ്റ്റത്തെ വാഷ് പൗഡർ ഡിറ്റർജന്റ് യൂസ് ചെയ്യാനുള്ളത്. ഇതിന്റെ നോബാണ് നമ്മുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള നോബ്. ഇതിൽ ഒരുപാട് ഫങ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വന്നിട്ട് എൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിപ്പോൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ടൈമർ കാര്യങ്ങൾ എല്ലാം ഇതിൽ തന്നെ കാണാം. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പുതിയ ഇടങ്ങുന്ന എല്ലാ മെഷീൻസിനും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്നതാണ് ഇതിൻ്റെ ലിൻഡ് ഫിൽറ്റർ വന്നിട്ട് നമുക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ഈ ലിൻഡ് ഫിൽറ്ററായിരിക്കും. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും സ്റ്റാർട്ട് ചെയ്യുന്നത് 6 കിലോയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തൊട്ട് മുകളിലേക്ക് എല്ലാ വാഷിംഗ് മെഷീനും ഉണ്ടായിരിക്കും. പിന്നെ മാർക്കറ്റിൽ 100% നമുക്ക് തുണി ഉണങ്ങി കിട്ടാനായിട്ട് ഡ്രയർ സെറ്റ് ചെയ്തിട്ടുള്ള വാഷിംഗ് മെഷീനും അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ ഹീറ്റർ ഉണ്ടാവും. അതുകൂടാതെ തന്നെ അതിൽ ഡ്രയർ സെറ്റ് ചെയ്തിട്ടുള്ള 100% നമുക്ക് തുണി ഉണക്കി കിട്ടാനുള്ള ഒരു സംവിധാനം കൂടിയും ഉള്ള ഒരു ടെക്നോളജി ആയിട്ടും വാഷിംഗ് മെഷീനിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിലൂടെ ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെ സ്വയം സെലക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. നമ്മൾ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.